കണ്ണൂർ പയ്യന്നൂരിൽ CPIM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. കുഞ്ഞികൃഷ്ണന്റെ ഹർജിയിലാണ് ഉത്തരവ്. ഹർജിയിൽ CPIM നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 4-നാണ് പുസ്തക പ്രകാശനം. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന ആശങ്കയുണ്ടെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി. SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ ഗുരുതര വിമർശനമാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകത്തിലുള്ളത്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് വെള്ളൂർ കിഴക്കുംപാടത്ത് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. വിപിൻ C. വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇതിപ്പോൾ ഈ ചടങ്ങ് അലങ്കോലപ്പെടും എന്നുള്ള ആ ഒരു ആശങ്ക അത് മാത്രമാണോ ഇതിനു പിന്നിൽ? ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്തെല്ലാം പറയുന്നുണ്ട്? ഏറെ കോലിളക്കം സൃഷ്ടിച്ച വി കുഞ്ഞികൃഷ്ണന്റെ പുറത്തിറങ്ങുന്നത് അന്നത്തെ പുസ്തക പ്രകാശനം അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വി കുഞ്ഞികൃഷ്ണൻ മുന്നിൽ കാണുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇതിൽ പ്രധാനമായും പറയുന്നത് അവിടെ BJP CPM സംഘർഷമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ പരിപാടി അലങ്കോലപ്പെടാനുള്ള എല്ലാ അവസ്ഥയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണം വേണം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ പോലീസ് സംരക്ഷണം നൽകാമെന്നുള്ളത് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസിന്റെ സംരക്ഷണം നൽകണം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നിർണായകമായി വരുന്നത്. ഒപ്പം തന്നെ എതിർ കക്ഷികളായ 3 പേർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, മധുസൂദനൻ MLA, ഒപ്പം തന്നെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് എന്നിവർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് എതിരാളികൾ ശക്തരാണ്, അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഈ വെളിപ്പെടുത്തിയതിന്റെ എല്ലാം തന്നെ പ്രത്യാഘാതങ്ങൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് CPM-ന്റെ നേതാക്കൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ വിവാദമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് ശേഷം കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുൻപിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവിടെ CPM-കാർ മറ്റേ അക്രമം ഒക്കെ അഴിച്ചുവിടാനൊക്കെ നടത്തിയ ശ്രമങ്ങൾ തുടങ്ങി അന്ന് പത്രങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ കട്ടിങ്ങുകളും ഉൾപ്പെടെയാണ് ഹർജിയായി ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിന് പോലീസിന്റെ പ്രത്യേക സംരക്ഷണം ഒരുക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവും വരുന്നത്. സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.